നമസ്കാരം. ഹീലിംഗ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വീഡിയോ ഞാൻ കാണായിരുന്നു. ആ വീഡിയോയിൽ ഈ ഒരു ഇൻ്റർവ്യൂ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഈ നമ്മുടെ ഒരു വലിയ ഫേമസ് ഒരു ആക്ട്രസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ആയിരുന്നു: ലൈഫ് ഈസ് സിമ്പിൾ, വി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അങ്ങനെയാണ്. സോ ഈ ചിന്ത പലരും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കുറേ ഫിലോസഫേഴ്സ്, കുറേ തിങ്കേഴ്സ് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫ് ഈസ് സിമ്പിൾ, നമ്മളാണ് അത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. സോ ആ ചിന്ത നമ്മൾക്ക് ഇന്ന് ആ കുറച്ചുകൂടെ അത് ഡെപ്തായിട്ട് നോക്കാൻ ശ്രമിക്കാം. സോ ഈ ചാനലിലൂടെ ഉദ്ദേശമാണ് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് അറിഞ്ഞിട്ട് നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾക്ക് പറ്റുമോ ആ ഒരു ചിന്ത, നമ്മുടെ ചിന്താശക്തിയിൽ, നമ്മളുടെ സംസാര രീതിയിൽ, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ, എല്ലാ രീതിയിൽ നമ്മുടെ അറൗണ്ട് നമ്മുടെ ചുറ്റുപാടിലെ കാര്യം നടക്കുന്നത് അതിനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് ഈ ചാനലിലൂടെ ഉദ്ദേശം. അത് എൻ്റെ പേഴ്സണൽ ലൈഫിലെ കൂടെ അത് തന്നെയാണ് ഉദ്ദേശം. എപ്പോഴും ഒരു ഗ്രോത്ത്, മൈൻഡ് ലൈഫിലെ ഒരു ഗ്രോത്ത് വേണം, എല്ലാ സമയം ഒരു ഡെവലപ്മെൻറ്റ് വേണം. അങ്ങനെയാണ് ഒരു ചിന്ത. സോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഒരു നല്ല ഒരു ഇൻസ്പിറേഷൻ ആവാം. അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ കാര്യങ്ങൾ, സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവരും ജീവിതത്തിൽ ഗ്രോത്ത് ആവാം, നമ്മളെല്ലാവർക്കും വളരാം. സോ ഇന്നത്തെ ചിന്തയാണ് ലൈഫ് ഈസ് സിമ്പിൾ, വി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ ശരിക്കും ലൈഫ് സിമ്പിൾ ആണോ? അതാണ് ചോദ്യം. ചിലപ്പോൾ എല്ലാ രീതിയിൽ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരാം. 10 പേര് ലൈഫ് ഈസ് സിമ്പിൾ, ലൈഫ് ഈസ് സിമ്പിൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾക്ക് തോന്നാം, ശരിയല്ലോ, അത് സിമ്പിൾ തന്നെയാണല്ലോ, അത് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആര് എന്താ പറഞ്ഞാലും അത് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, ഒരു ചോദ്യം വെക്കണം അവിടെ. ഈ ശരിക്കും ഇത് അങ്ങനെയാണോ? ലോകത്തിലെ കുറേ പേര് സംസാരിക്കുന്നുണ്ട്, കുറേ പേര് അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, കുറേ അവരുടെ ഫൈൻഡിങ്സ്, അവരെന്തൊക്കെ ചിന്തകൾ, അവരെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്, അതെല്ലാം ലോകം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ലോകമാണ്, ഗ്ലോബലി ഫുള്ളി കണക്റ്റഡ് ആണ്. തോട്ട്സ് ആൻഡ് ഐഡിയാസ് പെട്ടെന്ന് ഷെയർ ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു തോട്ട്, ഒരു ചിന്ത, ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജീവിതത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഐഡിയാസ്, കുറേ ഒപ്പീനിയൻസ് നമ്മൾ എടുത്ത് വരുമ്പോൾ അത് നമ്മൾക്ക് ഫസ്റ്റ് ചെയ്യുന്നതാണ് അതിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അവിടെ ആ ഒരു ചോദ്യം അവിടെ ചോദിക്കണം. എല്ലാവർക്കും ഒരു ലോജിക്കലി ആയിട്ട്, റീസണിങ് ആയിട്ട് അതിനെ നമ്മൾക്ക് അങ്ങനെ ചോദ്യം വെച്ചാൽ അതിനെ നമ്മൾക്ക് ഇനി കുറച്ചുകൂടെ നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്താശക്തി കുറച്ചുകൂടെ ബെറ്റർ ആകും. അല്ലാത്തതിനെ പെട്ടെന്ന് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ആ ഗ്രോത്ത് നമ്മൾക്ക് വരാൻ പറ്റില്ല. സോ നമ്മൾക്ക് ആ ചോദ്യം വെച്ച് ചോദിച്ചാൽ പിന്നെ നമ്മൾക്ക് തിങ്കിങ് കപ്പാസിറ്റി ഗ്രോ ആവും, നമ്മുടെ മെമ്മറി ഷാർപ്പാവും, നമ്മുടെ ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റീസ്, നമ്മുടെ ചിന്താശക്തി, നമ്മുടെ ചിന്തിക്കുന്ന രീതികൾ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. എപ്പോഴൊക്കെ നമ്മൾ മെൻ്റൽ എക്സസൈസ് ചെയ്യും, അപ്പോൾ ആണ് നമ്മുടെ മൈൻഡ് ഇനി കുറച്ച് ഷാർപ്പാവും. സോ അപ്പോൾ നമ്മൾ പലരും എന്തെങ്കിലും പറഞ്ഞാൽ, സ്പെഷ്യലി ഒരേ കാര്യം കുറേ പേർ റിപ്പീറ്റ് ചെയ്താൽ അത് ആ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് ചോദിക്കണം. അത് ഒരു ക്വസ്റ്റ്യൻ, സർട്ടൻലി വി മസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ആ ചിന്ത ശരിയാണോ ഇല്ല. സോ അപ്പോൾ ഈ ചിന്ത നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് നമ്മുടെ സാധാരണ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരു
ഈ ഈ 10-15 വർഷം കൂടെ കാര്യങ്ങളിൽ നമ്മൾ നോക്കാം. സോ നമ്മൾക്ക് നോക്കുന്നത് ഈ 2014 ആ സമയം 2013 2012 ആ സമയത്തിൽ ഒരു വലിയൊരു ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ആവുമ്പോൾ അതിൽ കുറേ പേര് പങ്കെടുത്തു. അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അത് അണ്ണാ ഹസാരെ ഒരു ലൈം ലൈറ്റിൽ വന്നു. പിന്നെ അങ്ങനെ ആ കാലത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും മറക്കാത്ത ഒരു സമയമായിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ആ ഒരു മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് മണി തിരിച്ചു വരും, കറപ്ഷൻ ഉണ്ടാവും, പിന്നെ എല്ലാവർക്കും പൈസ കിട്ടും, ലൈഫ് ഇമ്പ്രൂവ് ആവും, നല്ല ദിവസങ്ങൾ വരും. അങ്ങനെ വളരെ ഒരു പോസിറ്റീവ് ഒരു ഹോപ്പ് എല്ലാ ജനങ്ങൾക്ക് അവരവരുടെ കഷ്ടപ്പാട് അവരവരുടെ ഒരു കഷ്ടകാലത്തിൽ പോകുന്ന സമയം ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹോപ്പ് എല്ലാവർക്കും വന്നായിരുന്നു. ഈ ബ്ലാക്ക് മണി വന്നാൽ എല്ലാവർക്കും കുറേ പണം കിട്ടും, എല്ലാവരുടെ ലൈഫ് സെറ്റിൽ ആവും, എല്ലാവർക്കും ഓരോരോ ബെറ്റർ ലൈഫ് ജീവിക്കാൻ വരും, ഒട്ടും കറപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും ഒരു ഹോപ്പ്, എല്ലാ ആൾക്കാർക്കും ഒരു ഹോപ്പ് വന്നു. സോ ആ ഹോപ്പ് വെച്ചിട്ട് ആൾക്കാർ എല്ലാവരും വോട്ട് ചെയ്തു. 2014 ഈ BJP ഗവൺമെൻറ് ഇങ്ങനെ എലക്ട് ചെയ്തു. BJP ഗവൺമെൻറ് ഫുൾ മെജോറിറ്റി കൊണ്ട് ഇവിടെ BJP ഇപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രൽ പെർഫോമൻസ് ഇല്ലായിരുന്നു. ഹിസ്റ്ററി നോക്കിയാൽ ഇപ്പോൾ അത്ര ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലായിരുന്നു അവരുടെ പെർഫോമൻസിൽ. പക്ഷേ ആ 2014 വളരെ ഒരു ഒരു വലിയ വേവ് കൊണ്ട് അവർ ഗവൺമെൻറ്റിലേക്ക് വന്നു, പവറിലേക്ക് വന്നു. പിന്നെ അതുപോലെ തന്നെ 2019 വന്നു, പിന്നെ 2024 കൂടെ വന്നു. 3 പ്രാവശ്യം അവരുടെ ഇലക്ഷൻ വിജയമായി. പിന്നെ ഈ റീസെൻ്റ്ലി ബീഹാർ ഇലക്ഷൻ ആവുമ്പോൾ അതിലും BJP വീണ്ടും നല്ല പോലെ ഈ പെർഫോം ചെയ്തു. വീണ്ടും ബീഹാറിലെ ഗവൺമെൻറ് ഫോം ചെയ്തു. ഇപ്പോൾ നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവരും മിക്കവാറും ചിന്തിച്ചു ഒരു മാറും, എല്ലാ കാര്യങ്ങളും മാറിയിട്ട് ഈ പ്രൈസ് റൈസ്, ഈ നമ്മുടെ ഒത്തിരി വില ആയില്ല, ഗ്യാസുടെ വില, പെട്രോളുടെ വില, ബാക്കി കാര്യങ്ങളുടെ വില അത് കൂടി വരുമായിരുന്നു ആ സമയം. ഈ ഗവൺമെൻറ് ചേഞ്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ ശരിയാവും, ഒരു റീസണബിൾ മീൻസ് ഒരു കറക്റ്റ് ഒരു റേറ്റ്, കറക്റ്റ് ഒരു കാര്യങ്ങൾ, ഒത്തിരി കൂടുതലില്ല ഒത്തിരി കുറയില്ല, പക്ഷെ ഒരു റീസണബിൾ ആ ചേഞ്ചിക്ക് വേണ്ടി എല്ലാവരും ഈ ഇലക്ഷനിൽ ഒരു 2014 2019 2024 അങ്ങനെ ഇതിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. സോ ഈ ഒരു ആക്ഷൻ സിമ്പിൾ ആക്ഷനാണ്. പക്ഷേ ഇതിവിടെ സിമ്പിൾ ആക്ഷൻ അത് സിമ്പിൾ തന്നെ ആയിരുന്നു. അത് സിംപ്ലി ആയിട്ട് റിസൾട്ട് വന്നു നമുക്ക്. അങ്ങനെ സിമ്പിളായിട്ട് റിസൾട്ട് വന്നില്ല. ഒരു ചെറിയ ഒരു വീഡിയോ, ആ കാലത്തൂടെ ഒരു വീഡിയോ നിങ്ങൾ ഇത് കാണുക, ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ ആ സമയത്തൂടെ ഒരു എങ്ങനെയായിരുന്നു അങ്ങനെ ആ സമയത്തൂടെ ഒരു എൻവയൺമെൻറ്റ്. എല്ലാ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല. അത് യൂട്യൂബിൽ, വേറെ ഇൻ്റർനെറ്റിൽ, വേറെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ചെറിയ ഒരു ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ആ കാലത്തിൽ എങ്ങനെ ആയിരുന്നു ആ ഒരു റീകോൾ ചെയ്യാൻ, അത് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി ഈ ക്ലിപ്പ് നിങ്ങൾ കുറച്ച് കാണുക. ऐसे नहीं होता मित्रों, मैं शासन में बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता. अरे ये नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको. देश आपसे जवाब मांग रहा है. ഇതുപോലെ പല വീഡിയോസ് ആ സമയത്തിൽ റിലീസായിരുന്നു. ആ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും കുറേ ഹോപ്പായിരുന്നു. എല്ലാവരും കുറേ പേരും കുറേ മൂവീസ് ചെയ്തു. ഈ തീമിൽ കുറേ പേര് ആർട്ടിക്കിൾസ് എഴുതി, കുറേ പേര് വീഡിയോ ചെയ്തു. അങ്ങനെ എല്ലാവരും പല രീതിയിൽ ഒരു പുതിയ ഹോപ്പ് കാണാൻ തുടങ്ങിയിട്ടായിരുന്നു. പക്ഷേ ആ ഹോപ്പ് ഒന്നും നടന്നില്ല. സോ ആ ഹോപ്പ് ഫുൾഫിൽ ചെയ്യാൻ അത്ര സിമ്പിളാണോ? ആ കാര്യം അത്ര സിമ്പിളാണോ? ഈസ് ലൈഫ് റിയലി സിമ്പിൾ?
സോ അപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ നമ്മൾക്ക് അറിയാം ലൈഫ് അത്ര സിമ്പിൾ ഇല്ല. ലൈഫ് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. ഈ ലൈഫിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല. ലൈഫുടെ കാര്യം യെസ് ഓർ നോ അങ്ങനെ ഒരു അവസ്ഥയിലേ ഇല്ല. ലൈഫുടെ ചോദ്യങ്ങൾ, അതുടെ ഉത്തരങ്ങൾ, അത് ഓപ്പോസിറ്റ്സ് ഇല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈറ്റ് ഉണ്ട്, அதுக்கு ഓപ്പോസിറ്റ് ഡാർക്ക്നെസ് ഉണ്ട്. ഇത് ഒരു ഫിസിക്സിലെ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഓഫ് ലൈറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആയിട്ട് പറയും. പക്ഷേ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയില്ല. ഈ യാഥാർത്ഥ്യത്തിലാണ് ലൈറ്റുടെ ഓപ്പോസിറ്റ് ലൈറ്റാണ്. സോ ഒറിജിനൽ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ ഒരേ മാതിരിയാണ്. ഓക്കെ, സോ ഒറിജിനൽ വൈറ്റ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ബ്ലാക്ക് ഉണ്ടാവും, അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾക്ക് പറയാം ലൈഫ് വെരി സിമ്പിൾ ആണ്. ബിക്കോസ് ഒറിജിനൽ വൈറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതത്തിൽ എല്ലാ കാര്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആണ് ലൈഫ് വളരെ സിമ്പിൾ ആവും. പക്ഷേ അങ്ങനെ ലൈഫ് അങ്ങനെ ഇല്ല. ലൈഫുടെ നമുക്ക് ഈ ലോകത്തിലെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ ആ പ്രശ്നങ്ങൾ ഇറ്റ് ഈസ് നോട്ട് എ ഫൈറ്റ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ശരിയുള്ള കാര്യം തെറ്റായുള്ള കാര്യം അതിക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല. ലൈഫിലെ പ്രശ്നമാണ് ശരി ഓപ്പോസിറ്റ് ശരി. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു റൈറ്റ്സ്. ഇതും റൈറ്റ് ആണ്, അതും റൈറ്റ് ആണ്. ഈ രണ്ട് റൈറ്റ് ഒരുമിച്ച് വന്നിട്ട് ഏത് കറക്റ്റ് റൈറ്റ് ആണ് ആ ചോദ്യം വരുമ്പോൾ അപ്പോൾ ആണ് പ്രശ്നം. അപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു റൈറ്റ്സ്. ഓക്കെ, ഇത് റൈറ്റ് ആണ്, ഇതും റൈറ്റ് ആണ്. ഇത് റൈറ്റ് ആൻഡ് ഇത് ലെഫ്റ്റ് ഇല്ല. ഓക്കെ, രണ്ടും റൈറ്റ് ആണ്. ഓക്കെ, സോ രണ്ടും ശരിയാണ്. സോ ഈ രണ്ട് ശരീരത്തിലെ ഏതാണ് ശരിക്കും ശരിയാണ്? അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, സോ ലൈറ്റുടെ ഓപ്പോസിറ്റ് ഡാർക്ക്നെസ് ആണ്. ട്രൂത്തുടെ ഓപ്പോസിറ്റ് ലൈസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ട്രൂത്തുടെ ഓപ്പോസിറ്റ് വേറെ ഒരു ട്രൂത്താണ്. ഓക്കെ, അത് അവർ പറയുന്നില്ല, ആർക്കും പറയാൻ പറ്റുന്നില്ല ഇത് നുണയാണ്. ഓക്കെ, സോ ട്രൂത്തുടെ ഓപ്പോസിറ്റ് ട്രൂത്ത് തന്നെ വരുന്നുണ്ട്. ലൈറ്റുടെ ഓപ്പോസിറ്റ് വേറെ ഒരു ലൈറ്റ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, വെളിച്ചമുടെ ഓപ്പോസിറ്റ് വേറെ ഒരു വെളിച്ചം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആണ് പ്രശ്നം. സോ ഇതാണ് നോക്കിയ ജീവിതത്തിൽ എവിടെ നോക്കിയ ഏത് പ്രശ്നം നോക്കിയാലും അവിടെ രണ്ട് റൈറ്റ് ഒപ്പീനിയൻസ്, ഓക്കെ, രണ്ട് റൈറ്റ് ജഡ്ജ്മെന്റ്സ്, രണ്ട് റൈറ്റ് ഫൈൻഡിങ്സ്, അതുകൂടെ ക്ലാഷാണ്, അതുകൂടെ പ്രശ്നമാണ്. അതിനാൽ ലൈഫ് അത്ര സിമ്പിളാണ്. ചുമ്മാ പറഞ്ഞ അത് സിമ്പിൾ ഇല്ല. ലൈഫുടെ റിയൽ പ്രശ്നങ്ങൾ സിമ്പിൾ കാര്യമില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ലൈഫുടെ പ്രശ്നങ്ങൾ. ലൈഫ് ഓൾറെഡി ഈസ് കോംപ്ലിക്കേറ്റഡ്. ലൈഫുടെ ഫൗണ്ടേഷൻ ആണ് ഒരു കോംപ്ലിക്കേഷൻ സ്റ്റോറിയാണ്. അത് ഒരു എളുപ്പ സിമ്പിളുള്ള കാര്യമില്ല. സോ ബൈബിളിൽ ഒരു വചനമുണ്ട്. ആ വചനം പറയുന്നത് all creation is bound in slavery. All creation is bound in slavery and it is groaning and suffering, waiting for adoption, waiting for revelation as children of God. അത് ഞാൻ മലയാളത്തിലെ ഇട്ടിത്തരാം, നിങ്ങൾ നോക്കുക, അവിടെ സ്ക്രീനിലിടാം. സോ ഇപ്പോൾ ക്രിയേഷൻ തന്നെ ഒരു അടിമയായിരിക്കുക. വചനം പറയുന്നത് ഈ നേച്ചർ, ഈ ഫുൾ പ്രപഞ്ചം, ഫുൾ യൂണിവേഴ്സ്, ഇത് തന്നെ സ്പിരിച്വലി ഒരു അടിമയായിരിക്കുക. അതിക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. സോ അങ്ങനെ ഒരു അവസ്ഥ ആവുമ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആവും ജീവിതം? എങ്ങനെ സിമ്പിൾ ആവും? സിമ്പിൾ ഇല്ല. ജീവിതം വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി, ജീവിതമുള്ള റിയാലിറ്റി സിമ്പിൾ ആവാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് യേശുവാണ്. യേശു വരുമ്പോഴാണ് the lion and the lamb. Okay. Lion and the lamb will lie down together. So, ഇത് lion and the lamb രണ്ട് ഇമേജസ് ആണ്. രണ്ട് ഇമേജസ് ആണ്. കഷ്ടപ്പെടുന്ന വ്യക്തി,
ഏത് വ്യക്തി കൊണ്ട് കഷ്ടം വരുന്നുണ്ട് ആ വ്യക്തി. ഓക്കെ, സോ ദ വിക്ടിം ആൻഡ് ദ പെർപെട്രേറ്റർ. ഓക്കെ, யார் കുറ്റം ചെയ്യുന്നത്, யார் കുറ്റം സഹിക്കുന്നുണ്ട്, ഇതാണ് ലാംബ് ആൻഡ് ലയൻ. ലാംബ് ആൻഡ് ലയൻ ഒരുമിച്ച് വരുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയാണ്. വചനം പറഞ്ഞത് the lion and the lamb will lie down together and they will not hurt each other on the holy hill. So കർത്താവുടെ ദൈവത്തിൻ്റെ സന്നിധിയിലെ, യേശുവിടെ സന്നിധിയിലെ ലയൻ ആൻഡ് ദ ലാംബ് രണ്ടുപേർക്കും യുദ്ധം ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള ആവശ്യങ്ങൾ അതെല്ലാം പൂർത്തി ചെയ്ത് തരുമാണ് യേശു. യേശു തന്നെ സ്വന്തം അല്ല ഇവർക്ക് പങ്കുവെക്കും. ഈ ലാംബിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, ഈ ലയൻക്ക് എന്താ ആവശ്യമുണ്ട്, രണ്ടുപേർക്കും പുള്ളി തന്നെ പങ്കുവെച്ച് അവർക്ക് അവരുടെ ആഗ്രഹം, അവരുടെ ജീവിക്കാൻ. ഇത് രണ്ട് സിമ്പിളാണ്. ഈ റിയാലിറ്റിയിലെ ഈ സിംബലിക്കലി പറയുന്നത് ലയൻ ആൻഡ് ദ ലാംബ്. ലയൻ ആൻഡ് ദ ലാംബ് മീൻസ് ഒരു വിക്ടിം, ജീവിതത്തിലെ ഒരു സൈഡ് വിക്ടിം ഉണ്ട്, ഒരു സൈഡ് വിക്ടർ ഉണ്ട്. യാർ ജയിക്കുന്നുണ്ട്, യാർ തോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് വേറെ ക്ലാസ് വൈസ് ആയിട്ട് പറയുമ്പോൾ ഇത് റൂളിംഗ് ക്ലാസ് ആൻഡ് റൂൾഡ് ക്ലാസ്. സോ ആ ക്ലാസ് ഡിവിഷൻ പറയുമ്പോൾ അത് റൂളിംഗ് ക്ലാസ് ആൻഡ് റൂൾഡ് ക്ലാസ് ആവും. സോ ഈ രണ്ട് ക്ലാസ്സസ് ഇവിടെ എപ്പോൾ നോക്കിയാലും, ഏത് ജനറേഷനിൽ നോക്കിയാലും എപ്പോൾ തന്നെ ക്ലാഷാണ്. ഈ ക്ലാഷ് ആർക്കും മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ഇവരില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവരില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്ലാഷാണ്. ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, ദ ക്ലാഷ് ഓഫ് ക്ലാസസ്. സോ ഇത് ആർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ലൈഫ് സിമ്പിൾ ഇല്ല. ഏത് സമയം, ഏത് അവസ്ഥ, ഏത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഹ്യൂമനുടെ എവല്യൂഷൻ, മനുഷ്യ രാശിയുടെ എത്ര പ്രോഗ്രസ് ആയിട്ടുണ്ട്, ആ പ്രോഗ്രസ് ആയാലും ഈ പ്രശ്നം അതുപോലെ തന്നെ ഈക്വലി പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളുടെ പരിഹാരം ഹ്യൂമൻ മൈൻഡുടെ ഡെവലപ്മെൻറ്റോ, ഹ്യൂമൻ കോൺഷ്യസ്നെസ്സുടെ ഡെവലപ്മെൻറ്റോ, അല്ലെങ്കിൽ ഹ്യൂമനുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആയിട്ട് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം ആയിട്ടില്ല. ഈ ഫണ്ടമെൻ്റലി ഇതുടെ ലൈഫിലെ പ്രശ്നമാണ്. ഈ പ്രശ്നം സിമ്പിൾ ആവാൻ ഒരു മാർഗമുണ്ട്, അതാണ് യേശുവാണ്. യേശുവിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ സാധാരണ നമ്മുടെ ചുറ്റുപാട് നോക്കുക. ഈ ഞാൻ എടുത്ത ഉദാഹരണം ബിക്കോസ് ഈ നമ്മൾ എല്ലാവർക്കും ഒരു ക്ലിയർലി ആയിട്ട് നമ്മൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും, ഒരു നമ്മൾക്ക് ഓർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ ഈ നമ്മുടെ ഈ പ്രസൻറ്റ് BJP RSS ജേർണി നമ്മൾ കണ്ടതാണ്. അതിനെ നമ്മൾക്ക് ഒന്നും ഇത് ചെയ്യില്ല. അതിനെ ഒരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ അതിനെ ഒരു കണ്ടംനേഷനോ ഒന്നുമില്ല. അത് നമ്മൾ നോക്കിയിട്ട് പഠിക്കാനുള്ള മാത്രം വേണ്ടിയാണ് അതിനെ നോക്കുന്നത്. സോ അതിനെ നോക്കുമ്പോൾ എപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ഈ ലൈഫ് ഈസ് സിമ്പിൾ, ആ സിമ്പിളി അത്തെ അക്സെപ്റ്റ് ചെയ്യരുത്. അത് ചോദ്യം ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ സൊസൈറ്റിയിൽ, എൻ്റെ നാടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റിയലി ലൈഫ് സിമ്പിൾ ആണോ? ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിവിടെ പ്രൂഫ് കിട്ടും. സോ ലൈഫ് ശരിക്കും സിമ്പിൾ ഇല്ല. ലൈഫ് ഇങ്ങനെ സിമ്പിൾ ഇല്ല. ഈ സത്യം നമ്മൾക്ക് മനസ്സിലാക്കിയ നമ്മൾ അതിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാം, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാം. ഇത് ഓൾറെഡി ഇങ്ങനെയാണ് അവസ്ഥ. ഇതിനെ നമ്മൾക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ മെൻ്റലി പ്രിപ്പറേഷൻ, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രിപ്പറേഷൻ, നമ്മുടെ എല്ലാ രീതിയിലെ പ്രിപ്പറേഷൻ അതുപോലെ അതെ നോക്കിയിട്ട് അതെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ല സിമ്പിളാണ് പറഞ്ഞിട്ട് അങ്ങനെ അത് മുന്നോട്ട് പോയാൽ, ഇന്നോസെൻ്റ് ആയിട്ട് പോയാൽ അവിടെ അടിക്കിട്ടും. സോ എല്ലാ കാര്യം സിമ്പിളായിട്ട് എടുക്കരുത്. ലൈഫ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് തിങ്. ജീവിതം വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയിൽ നമ്മൾക്ക് ആ സത്യം മനസ്സിലാക്കിയിട്ട് അതിക്ക് വേണ്ടി അങ്ങനെ ശരിക്കും പ്രിപ്പറേഷൻ എന്തൊക്കെ ആവശ്യം വരും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ അപ്പോൾ നമ്മൾക്ക് ഈ ലൈഫിനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ലൈഫിയുടെ കാര്യങ്ങൾ നമ്മൾക്ക് ഒരു വലിയ ട്രാഫിക്കിലെ റോഡ് ഉണ്ടല്ലോ, ഹെവി ട്രാഫിക് ആകുമ്പോൾ, റോഡിൽ ഹെവി ട്രാഫിക് ആകുമ്പോൾ എല്ലാവരും അവരവരുടെ മാർഗം കണ്ടുപിടിച്ചിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഹെവി ട്രാഫിക്കിൽ
വണ്ടി ഓടിക്കാൻ സിമ്പിൾ കാര്യമില്ല. ഓക്കെ, സോ അതിൽ നമുക്ക് നമ്മുടെ മാർഗം, നമ്മുടെ പാത്ത്, വി ഹാവ് ടു ഫൈൻഡ് അവർ പാത്ത്. റൂൾസ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾക്ക് അതിൽ തന്നെ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് മുന്നോട്ട് പോകുന്നത് നോക്കണം. സോ ഇങ്ങനെ പലരും പല രീതിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ, സ്പെഷ്യലി ഇന്നത്തെ കാലം കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറേ എല്ലാവരും അഭിപ്രായം പറയുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ അത് കേട്ടിട്ട് അത് ഒരു ഇൻ്റലക്ച്വൽ മുഴുവൻ സൊസൈറ്റിക്ക് ഒരു ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആവുന്നുണ്ട്. പക്ഷേ അത് ബ്ലൈൻഡ്ലി അക്സെപ്റ്റ് ചെയ്യരുത്, അത് ടെസ്റ്റ് ചെയ്യുക. ആരെന്താ പറയുന്നത് അത് ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എല്ലാ സമയം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അത് ഏത് വ്യക്തി ആയാലും, ഞാനായാലും, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇവൻ പറയുന്നത് ഇത് ശരിയാണോ, ഇയാൾ പറയുന്നത് ഇത് ശരിയാണോ, ഓക്കെ, അതിൽ എന്തെങ്കിലും ഉണ്ടോ, അത് നിങ്ങൾ ഇനി തോട്ടിനെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അയക്കുക. ചിലപ്പോൾ നിങ്ങളുടെ തോട്ട്സ് എനിക്ക് കുറച്ചുകൂടെ ഇൻസ്പയർ ആവും, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ഹെൽപ്പാവും. ഞാൻ ചിന്തിക്കാതെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. സോ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ കമൻസിൽ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മുടെ തിങ്കിങ്, നമ്മുടെ തോട്ട്സ്, ബിക്കോസ് തിങ്കിങ് ശരിയായ ജീവിതം നമുക്ക് മാനേജ് ചെയ്യാം. ജീവിതം സിമ്പിൾ ഇല്ല, ജീവിതം ഈസി ഇല്ല, പക്ഷെ അത് മാനേജ് ചെയ്യാം, അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ, ഈ ലോകങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര പ്രശ്നങ്ങൾ ആണെങ്കിലും അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി, അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആ ഫാക്കൽറ്റീസ്, ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് മതമോ അല്ലെങ്കിൽ രാജ്യമോ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി കൈൻഡ് ഓഫ് ഡിവിഷൻ. മനുഷ്യർ ഉണ്ടാക്കിയ ഡിവിഷൻ അല്ലെങ്കിൽ പാരമ്പരികമായ പറഞ്ഞ ഡിവിഷൻ അതല്ല ഇല്ല. എല്ലാവർക്കും ദൈവം എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ട്, ഈ സ്കിൽ, ടാലൻറ്റ്, ഈ ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും പറ്റും. പക്ഷെ അതിക്ക് ആവശ്യമാണ് സത്യം മനസ്സിലാക്കുന്നത്. സത്യം ചിലപ്പോൾ സത്യം കേട്ടിട്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാവാം, ചിലപ്പോൾ നുണ കേട്ടിട്ട് നമ്മൾക്ക് സത്യം മനസ്സിലാവും. ട്രൂത്ത് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ലിസണിങ് ടു ദ ട്രൂത്ത്. ട്രൂത്ത് ക്യാൻ ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ ലിസണിങ് ടു ദ ലൈസ്. ഓക്കെ, സോ എൻ്റെ ജീവിതത്തിൽ കുറേ അങ്ങനെ ആയിട്ടുണ്ട്. ചില കാര്യങ്ങൾ കുറേ പേർ തെറ്റ് പറയുമ്പോൾ എനിക്ക് അത് ഏതാണ് ശരി എളുപ്പത്തിലേ കണ്ടുപിടിക്കാൻ പറ്റും. സോ പല സമയത്തിൽ സ്പെഷ്യലി ഈ വചനം പ്രീച്ച് ചെയ്യുന്നില്ല, വചനം പ്രഘോഷിക്കുന്നില്ല, അത് ആരെങ്കിലും തെറ്റായി പറയുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഏതാണ് ശരി ഇമ്മീഡിയറ്റ്ലി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് ആ ടെക്നിക്സ് അതെല്ലാം എങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നിങ്ങൾ കൂടി പങ്കുവയ്ക്കാം. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു മെയിൻ പോയിന്റ് ഇത് ചെയ്യാൻ ആഗ്രഹമാണ്. ഈ ലൈഫ് ഈസ് സിമ്പിൾ. ഇത് ഈ കാര്യങ്ങൾ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴെങ്കിൽ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, വായിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഈ ലൈഫ് റിയലി സിമ്പിൾ ആണോ? നിങ്ങൾ ആ ചിന്ത വെച്ചിട്ട് നിങ്ങൾ ഒരു റിസർച്ച് ചെയ്യുക. അപ്പോൾ നോക്കും നിങ്ങൾക്ക് ഈ ആൻസർ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ലൈഫ് ശരിക്കും സിമ്പിൾ ഇല്ല, ലൈഫ് വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ സിമ്പിൾ ആക്കാനാണെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, കുറേ ബാലൻസ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്, കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടില്ല, ഒരു വർക്കബിൾ ഒരു സൊല്യൂഷൻ, ഒരു ജീവിക്കാനുള്ള ഒരു അവസ്ഥ അത് നമ്മൾക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. സോ വീഡിയോ കണ്ടതിനായി ഒത്തിരി നന്ദി. God bless you.